നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഗർഭനിരോധന ഗുളികകൾ നമ്മൾ 2 ദിവസത്തേക്ക് മറന്നുപോയി. അല്ലെങ്കിൽ കോണ്ടംസ് ആയിരുന്നു നമ്മൾ കോൺട്രാസെപ്ഷന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ കോണ്ടം സ്ലിപ്പായിപ്പോയി അല്ലെങ്കിൽ കോണ്ടം പൊട്ടിപ്പോയി. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് പ്രഗ്നൻസി എങ്ങനെ തടയാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ജനറലി പറയുന്നത് എമർജൻസി കോൺട്രാസെപ്ഷൻ ആണ്. എമർജൻസി കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മൾ പ്രൊട്ടക്ഷൻ ഒന്നും എടുക്കാതെ തന്നെ കോണ്ടാക്ട് ചെയ്തു, ബന്ധപ്പെട്ട് കഴിഞ്ഞു. അത് മുതൽ നമ്മൾ പ്രഗ്നൻസി ആവുന്നവരെ, അത് ഇംപ്ലാന്റേഷൻ എന്നാണ് ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ പറയുന്നത്. ഇതിന് ഇടയ്ക്കുള്ള ഒരു പ്രോസസ്സിനെ തടയുന്ന മെക്കാനിസം ആണ് ഈ എമർജൻസി കോൺട്രാസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഓവർ ദ കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതൊരു സിംഗിൾ പില്ലാണ്. പല ബ്രാൻഡിലും അത് അവൈലബിൾ ആണ്. ഐ പിൽ എന്ന് പറഞ്ഞുണ്ട്, അൺവാണ്ടഡ് 72 എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ല്. അപ്പൊ ഇത് ഒരു സിംഗിൾ പില്ലായിട്ടാണുള്ളത്, കാരണം ഇതിനകത്ത് ഹോർമോൺസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇനിയുള്ള സംശയം എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പില്ല് ഉള്ളത് ശരി തന്നെ, പക്ഷെ ഇത് എപ്പോഴാണ് നമ്മൾ കഴിക്കേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കോണ്ടാക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ 72 hours 72 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ പില്ല് കൺസ്യൂം ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഇതിന്റെ മാക്സിമം ഇഫക്റ്റ് നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. പക്ഷെ 5 ദിവസം വരെ ഇതിന് ഇഫക്റ്റ് ഉള്ളതായിട്ടാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. പക്ഷെ ഈ 72 മണിക്കൂറിനുള്ളിൽ എടുത്താൽ മാത്രമേ ഇതിനൊരു 80 മുതൽ 90% വരെ, അതായത് 90% എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. സ്റ്റിൽ ഒരു 10 മുതൽ 20% ഫെയിലിയർ റേറ്റ് ഇതിനും ഉണ്ട്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാസെപ്ഷൻ അല്ലാതെ ഒരു ഗർഭനിരോധന മാർഗം അല്ല. ഇതൊരു ബാക്കപ്പ് പ്ലാൻ പോലെ, അതായത് ഒരെണ്ണം ഫെയിൽ ആയിപ്പോയി, ഒരു മെത്തേഡ് ഫെയിലായി അല്ലെങ്കിൽ സ്കിപ്പായിപ്പോയി, അങ്ങനെ ഉള്ളപ്പോ ഒരു ബാക്കപ്പ് പ്ലാൻ, അതിന്റെ ഇഫക്റ്റിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു പില്ല് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല രീതിയിലാണ് ഇത് പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് 3 മെക്കാനിസം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ഓവുലേഷൻ നടക്കാനിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഓവുലേഷന്, അതായത് അണ്ടം പുറത്തേക്ക് പൊട്ടി വരുന്ന ആ പ്രോസസ്സിനെ ഇത് തടയും. ഓവുലേഷൻ ഓൾറെഡി ആയിപ്പോയി, അങ്ങനെയുള്ള കേസിലാണെങ്കിൽ ഇത് അടുത്ത സ്റ്റേജ് ഫെർട്ടിലൈസേഷൻ, അണ്ടവും ബീജവും കൂടിച്ചേരാൻ ഉള്ള ആ പ്രോസസ്സിൽ മൂവ്മെന്റിനെ തടഞ്ഞിട്ടാണ് ഇതിന്റെ രണ്ടാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി ആ പ്രോസസ്സും കഴിഞ്ഞു, ഫെർട്ടിലൈസേഷൻ ആയിപ്പോയി, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഉള്ള സ്റ്റേജ് ആണ് ഫൈനൽ സ്റ്റേജ്, ഇംപ്ലാന്റേഷൻ നമ്മൾ പറയും. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയതായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്ന ഓവം നമ്മുടെ യൂട്രസിൽ അറ്റാച്ച് ചെയ്ത് വളരാൻ തുടങ്ങുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റേജിലും ഈ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ലിന് ഇഫക്റ്റ് ഉണ്ട്. അതിനെയും തടയാൻ ഇതിന് സാധിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഇംപ്ലാന്റേഷൻ ആയിപ്പോയി എന്ന് വിചാരിക്കുക, സപ്പോസ് ഇംപ്ലാന്റേഷൻ പ്രോസസ്സും കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ലിന് അത് ഒഴിവാക്കിയിട്ട് അബോർഷൻ ആക്കാൻ പറ്റില്ല. അതായത് ഇത് ഒരിക്കലും ഒരു അബോർഷൻ പില്ലല്ല. അതിന് മുന്നേ, ആ സ്റ്റേജിന് മുന്നേ, ഇംപ്ലാന്റേഷന് മുന്നേ കഴിച്ചെങ്കിൽ മാത്രമേ, അതിന് മുന്നേ ശരീരത്തിൽ എത്തിയെങ്കിൽ മാത്രമേ ഇതിന് ആ ഒരു പ്രഗ്നൻസി തടയാനുള്ള ഇഫക്റ്റ് ഉള്ളൂ. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സാധാരണഗതിയിൽ ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഓക്കാനം, ഛർദി, തലവേദന, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ചിലർക്ക് കാണാറുണ്ട്. ചിലർക്ക് ബ്രസ്റ്റില് ചെറിയ പെയിൻ, അങ്ങനത്തെ ബുദ്ധിമുട്ട് കാണാം. പിന്നെ ചിലരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് ചിലപ്പോൾ ഇറഗുലർ ആവാം, തെറ്റി വരാം. അടുത്ത 1-2 പീരീഡ്സ് ചിലപ്പോൾ തെറ്റി വരാം. അത് നമ്മൾ ഏത് പോയിന്റിലാണ്, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഏത് പോയിന്റിലാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പൊ ഓവുലേഷന് മുന്നേ ആണ് കഴിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓവുലേഷൻ ഡിലേഡ് ആവും. ഓവുലേഷൻ ഡിലേഡ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പീരീഡ്സും ഡിലേഡ് ആവും. അപ്പൊ അങ്ങനെ ചിലപ്പോൾ 1-2 സൈക്കിള് ചിലപ്പം തെറ്റി വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു 10 to 20% പ്രഗ്നൻസി ആവാനും ഒരു സാധ്യതയുണ്ട്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇറഗുലർ ആയിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ വേദനയോ അങ്ങനെ എന്തെങ്കിലും അടുത്ത പീരീഡ്സിൽ കാണുകയോ അല്ല പീരീഡേ ആവാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. കാരണം പ്രഗ്നൻസി ആവാൻ ഒരു സാധ്യതയുണ്ട്. കാരണം ഇത് 100% ഇഫക്റ്റീവ് അല്ല. ശരിക്കും ഗർഭനിരോധന മാർഗങ്ങൾ ഒന്നും നമുക്ക് 100% ഇഫക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. പ്രസവം നിർത്തിയാൽ പോലും ചെറിയൊരു ശതമാനം ഗർഭിണിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ആർക്കാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗർഭനിരോധനത്തിന് നമ്മൾ കോണ്ടംസ് ആണ് യൂസ് ചെയ്യുന്നത്. അറിയാതെ ഒരു പ്രാവശ്യം കോണ്ടാക്ട് ചെയ്തപ്പോൾ അത് പൊട്ടിപ്പോയി അല്ലെങ്കിൽ സ്ലിപ്പായിപ്പോയി, അങ്ങനെയുള്ള കേസിൽ ഞാൻ പറഞ്ഞ പോലെ ബാക്കപ്പ് പ്ലാൻ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ റെഗുലർ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുന്നു. 21 ദിവസം കഴിക്കാനുള്ള പില്ലുണ്ട്, ഡെയിലി കഴിക്കാനുള്ള പില്ലുണ്ട്. അപ്പം ഇതിലൊക്കെ 1-2 പില്ല് ചിലപ്പോൾ മിസ്സായി പോവാം, എന്തെങ്കിലും കാരണം കൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾ ഉണ്ടാവും. അവര് ചിലപ്പോൾ ഇതുപോലെ കോണ്ടാക്ട് ചെയ്തു, പക്ഷെ വേറെ പ്രൊട്ടക്ഷൻ ഒന്നും യൂസ് ചെയ്തില്ല, കോണ്ടംസ് ഒന്നും യൂസ് ചെയ്തില്ല, പക്ഷെ അവര് ഇപ്പോൾ ഒരു പ്രഗ്നൻസിക്ക് പ്രിപ്പയർഡ് അല്ല. അങ്ങനെയുള്ള കേസിലും നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ മെഡിക്കോ ലീഗൽ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേപ്പ് വിക്ടിംസിനൊക്കെ നമ്മൾ റേപ്പ് ഉണ്ടായി പക്ഷെ പ്രഗ്നൻസി നമുക്ക് തടയണം, അങ്ങനെയുള്ള കേസിൽ നമ്മളിത് കൊടുക്കാറുണ്ട്. പിന്നെ പലർക്കും ഉള്ള സംശയമാണ് ഈ എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ല് എന്ന് പറഞ്ഞ വലിയ പാക്കറ്റിൽ ഒരു സിംഗിൾ പില്ലായിരിക്കും കിട്ടുന്നത്, ഒരു ചെറിയൊരു പില്ല്. അപ്പൊ ഒരെണ്ണം മതിയോ, ഇനി ഒന്നിൽ കൂടുതൽ കഴിച്ചാൽ ഇഫക്റ്റ് കൂടുതൽ ഉണ്ടാവോ, 100% പ്രൊട്ടക്ഷൻ കിട്ടുമോ? ആക്ച്വലി പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഈ സിംഗിൾ പില്ലിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ ചിലർക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ ഛർദ്ദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. ചിലർക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഛർദ്ദിച്ചു പോവാം. അങ്ങനെ 2 മണിക്കൂറിനുള്ളിലാണ് ഛർദ്ദിച്ചു പോകുന്നെങ്കിൽ ഇത് നമ്മുടെ ശരീരം വലിച്ചെടുക്കുകയോ ഇതിന്റെ ഇഫക്റ്റ് ബോഡിക്ക് കിട്ടുകയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള കേസിൽ ആദ്യം ഛർദ്ദി വരാതിരിക്കാനായിട്ടുള്ള ഒരു മെഡിസിൻ എടുക്കുക, ഫുഡ് എന്തെങ്കിലും കഴിക്കുക, ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം ഈ ടാബ്ലറ്റ് കഴിക്കുക. ഈ ടാബ്ലറ്റ് എപ്പോഴും ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിലാണ് പൊതുവെ ഈ ഓക്കാനവും ഛർദിയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പൊതുവെ കൂടുതലായിട്ട് കാണുന്നത്. സ്റ്റിൽ പറയുന്നു, ഇതൊരു ഗർഭനിരോധന മാർഗം അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വല്ലപ്പോഴും അറിയാതെ സംഭവിച്ചു, ഇപ്പം ഒരു വർഷത്തിൽ ഒരിക്കലൊന്നും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഒരു മാസത്തിൽ തന്നെ 3-4 വട്ടം ഈ പില്ല് കഴിക്കേണ്ടി വരുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഒരിക്കലും ഇതിനെ ഒരു റെഗുലർ പില്ല് പോലെ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് അത്യാവശ്യം ഒരു നല്ല ഡോസ് ഹോർമോൺ ആണ്. നമ്മളെ നോർമൽ ഉള്ള കോൺട്രാസെപ്റ്റീവ് പിൽസിനെ കാട്ടി കുറച്ചുകൂടെ ഡോസ് കൂടിയതാണ്. അതുകൊണ്ടാണ് ഈ സിംഗിൾ ടാബ്ലറ്റ് ആയിട്ടുള്ളത്. അപ്പൊ റെഗുലർ ആയിട്ട് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള നോർമൽ ആയിട്ടുള്ള ഹോർമോണൽ ബാലൻസിനെ ഇത് തെറ്റിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സ് ഇറഗുലർ ആവാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. പിന്നെ ഇതിന്റെ ഫെയിലിയർ റേറ്റും ബാക്കിയുള്ള ഗർഭനിരോധന മാർഗങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. ഉദാഹരണത്തിന് കോപ്പർട്ടി ആണെങ്കിലും പ്രസവം നിർത്തുന്ന പ്രൊസീജിയർ ആണെങ്കിലും അതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഫെയിലിയർ റേറ്റ് ഏതാണ്ട് ഒരു 10 മടങ്ങോളം തന്നെ കൂടുതലാണ്. പിന്നെ വേറെ ഒരു മാർഗവും ഇല്ലേ ഈ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പില്ലിന് പകരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെ ഒരു കോണ്ടാക്ട് ചെയ്തു, പക്ഷെ ഇപ്പോൾ ഉടനെ പ്രഗ്നൻസി ആവശ്യമില്ല, അടുത്ത ഒരു 4-5 കൊല്ലത്തേക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നില്ല, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കോണ്ടാക്റ്റിന് ഒരു 5 ദിവസത്തിനുള്ളിലാണെങ്കിൽ കോപ്പർട്ടി വേണമെങ്കിൽ ഇടാം. അതാണ് വേറൊരു ഓപ്ഷൻ. പക്ഷെ അതിന് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ പോകണം, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. വേറെ കോപ്പർട്ടി ഇടാനായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അത് ഇടാനായിട്ട്. പക്ഷെ ഈ ടാബ്ലറ്റ് നമുക്ക് അല്ലാതെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് എമർജൻസി കേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്, എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽ. ഇത് പ്രധാനമായിട്ടും നമുക്ക് പ്ലാൻഡ് അല്ലാത്ത പ്രഗ്നൻസീസ് തടയാനും അതുപോലെ തന്നെ പ്ലാൻഡ് അല്ലാത്ത പ്രഗ്നൻസീസ് ആയി കഴിഞ്ഞിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള അബോർഷൻസ് തടയാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പക്ഷെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് ഉപയോഗിച്ചാൽ മാത്രം. റെഗുലർ ആയിട്ട് ഒരു കൺട്രോളും ഇല്ലാതെ ഇത് ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് അത്ര നല്ല കാര്യമല്ല. എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണുന്നവരെ